Good afternoon, ma'am. Good afternoon, ma'am. Okay. നമ്മള് ടാഗിങ് വരെ പറഞ്ഞില്ലേ ഡിസാസ്റ്റർ മാനേജ്മെന്റില് ടാഗിങ്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, ടാഗിങ് വരെ പറഞ്ഞു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മള് സ്റ്റാർട്ട് ആണ് എടുക്കുന്നത്. സ്റ്റാർട്ട്, START. ഇതെങ്ങനെയുള്ള വായിക്കുന്നത്? സിമ്പിൾ, ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. സിമ്പിൾ, ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്തിടാട്ടോ. It's a method of quickly recognizing victims who have immediately life-threatening injuries and who have the best chance of surviving. ഇപ്പൊ എന്താണ് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ? എന്താണ്? അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് പരിക്കുള്ളവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയുന്ന ഒരു പ്രത്യേക രീതിയാണ് എന്താ സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? ആ പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ സർവൈവ് ചെയ്യാൻ കഴിയുന്നവർ ആരൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനുള്ള ഒരു റാപ്പിഡ് മെത്തേഡ് ആണ് എന്താ സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് ജീവന് ഭീഷണി ഉള്ളവരും ഏറ്റവും മികച്ച അതായത് എത്ര പേര് അതിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിന് ഒരു 3-4 സ്റ്റെപ്പ് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ എങ്ങനെയാണ് ഈ ട്രയേജ് പേഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാർട്ട് ഈസ് സോർട്ട് ഔട്ട് ചെയ്യും അല്ലെ? പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യും. സോർട്ട് ഔട്ട് വിക്ടിംസ് ഇൻ ടു ആംബുലേറ്ററി ആൻഡ് നോൺ ആംബുലേറ്ററി ബൈ ഗിവിംഗ് വെർബൽ ഇൻസ്ട്രക്ഷൻസ്. എന്താണ് ആംബുലേറ്ററി ആൻഡ് നോൺ ആംബുലേറ്ററി എന്ന് പറയുമ്പോൾ? ആംബുലേറ്ററി പേഷ്യൻസ് ആൻഡ് നോൺ ആംബുലേറ്ററി പേഷ്യൻസ് എമർജൻസി പേഷ്യൻസ് ഏതൊക്കെയാണ്, അങ്ങനെ അല്ലാത്തത് ഏതൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് പേഷ്യന്റിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് അറിയാൻ സാധിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെസിപ്പിറേഷൻ നോക്കും. റെസിപ്പിറേഷൻ എത്രയാണ്? അതായത് ബീറ്റ്സ് 30 മിനിറ്റ്സില്, അതായത് ബീറ്റ്സ് താഴെയുള്ളവര് ലെസ് ദാൻ 30 per മിനിറ്റ്സില് ഹാർട്ട് ബീറ്റ് താഴെയുള്ളവര് അതായത് റെസിപ്പിറേഷൻ നോക്കുകയാണ് നമ്മൾ. ദെൻ അതിനുശേഷം പെർഫ്യൂഷൻ, അതായത് ബ്ലഡ് ഫ്ലോ എങ്ങനെയാണെന്നുള്ളത്, നമ്മളുടെ റേഡിയൻ പൾസ് പ്രസന്റ് ഓർ നോട്ട്. പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ഫ്ലോ വാലുവേറ്റ് ചെയ്യാനുള്ള ഒരു, അതായത് നമ്മുടെ പൾസ് ഉണ്ടോ എന്ന്. അതിൽ 2 സ്റ്റെപ്പ് പറയുന്നത്. ഒന്ന് പൾസ് നോക്കണം. സെക്കൻഡ് വൺ എന്താണ്? ബി എന്താണ് പറയുന്നത്? കാപ്പിലറി റീഫിൽ. കാപ്പിലറി റീഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാഞ്ച് ടെസ്റ്റ് ഓൺ നെയിൽ ബെഡ്. ബ്ലാഞ്ച് ടെസ്റ്റ് ഓൺ നെയിൽ ബ്ലഡ്. പക്ഷെ ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡിന്റെ ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ തമ്പിൽ ഇങ്ങനെ ഇംപ്രസ് ചെയ്ത് നോക്കും. ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞെക്കി നോക്കുന്ന സമയത്ത് ഒരു 2 seconds ചെക്ക് ചെയ്തതിനു ശേഷം എന്താണ് നെയിൽ ഇങ്ങനെ വിടുന്ന സമയത്ത് എന്താണ് അവിടെ വൈറ്റ് ടു റെഡ്, ആ വൈറ്റ് എന്നുള്ളിടത്ത് എന്താവും? റെഡ് കളറായിട്ട് മാറും. ബ്ലഡിന്റെ ഫ്ലോ ചെക്ക് ചെയ്യുന്നതാണ്. 2 seconds ഇങ്ങനെ പിടിച്ചു നോക്കും. അതാണ് ബ്ലാഞ്ച് ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. എന്താണ്? ബ്ലഡ് ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ടെസ്റ്റ് ആണ് എന്ത്? ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലഡ് ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ടെസ്റ്റ് ആണ് എന്ത്? ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ബ്ലഡ് ഫ്ലോ എങ്ങനെ കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്
ദെൻ അതിനുശേഷം എന്താണ് മെന്റൽ സ്റ്റാറ്റസ് നോക്കും പേഷ്യന്റിന്റെ. മെന്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെദർ he or she can follow commands. ഇവിടെ ഫ്ലോ എന്നല്ല കേട്ടോ, ഫോളോ എന്നാക്കണേ. FOLLOW, ഫോളോ എന്നാക്കണേ. ഫോളോ കമാൻഡ്സ് ട്രീറ്റ്മെന്റ് ഡ്യൂറിങ്. അതായത് ബ്ലാൻഡ് ടെസ്റ്റ് കഴിഞ്ഞ ശേഷം പേഷ്യന്റിന്റെ ബ്ലഡ് സ്റ്റാറ്റസ്, മെന്റൽ സ്റ്റാറ്റസ് നോക്കും. അതായത് ഡോക്ടേഴ്സ് പറയുന്ന കമാൻഡ് പേഷ്യന്റ് കേൾക്കുന്നുണ്ടോ, കോൺഷ്യസ് ആണ്. ഇപ്പൊ ചരിഞ്ഞെടുക്കാനൊക്കെ പറയില്ലേ, അപ്പൊ അത് കേട്ടിട്ട് ആള് പേഷ്യന്റ് ചരിയുന്നുണ്ടോ, അല്ലെങ്കിൽ കൈ ഉയർത്താൻ പറയുന്ന സമയത്ത് പേഷ്യന്റ് അതങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ആ മെന്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കോൺഷ്യസ് ആണെന്ന് ചെക്ക് ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, നമ്മ പറയുന്ന ഇൻസ്ട്രക്ഷൻസ്, കമാൻഡുകൾ അവര് സ്വീകരിക്കുന്നുണ്ടോ, റിസീവ് ചെയ്തിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു നോക്കാനായിട്ടാണ് ഇത് അത്തരത്തിൽ ഡോക്ടേഴ്സ് സ്റ്റാഫുകളൊക്കെ അത്തരത്തിൽ കമാൻഡുകൾ പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷമാണ് എന്താ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും? ഓപ്പൺ ദ എയർവേ ഓപ്പൺ ചെയ്യുന്നു. ദെൻ സ്റ്റോപ്പ് ദ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ എലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. എലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഷോക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കാലുകൾ ഉയർത്തുന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ എന്താണ്? എത്രയും പെട്ടെന്ന് തന്നെ ആ പേഷ്യൻസിനെ നമ്മള് സർവേ ചെയ്യാൻ എത്രത്തോളം ശേഷിയുണ്ട്, ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസിൽ നിന്നും എത്രത്തോളം പേഷ്യൻസിനെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും, എത്രത്തോളം ബെസ്റ്റ് ചാൻസ് ഓഫ് സർവൈവിംഗ് ഉള്ള പേഷ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് സിമ്പിൾ ആൻഡ് ട്രയേജ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ഈസ് sort out victims into ambulatory and non-ambulatory by giving verbal instructions. ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നു. ആംബുലേറ്ററി പേഷ്യൻസ് ഏതൊക്കെയാണ്, നോൺ ആംബുലേറ്ററി ഏതൊക്കെയാണെന്നുള്ള വിക്ടിംസ് എന്നോട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? പേഷ്യൻസിനാണ് കേട്ടോ. ഡിസാസ്റ്ററിൽ ഇഞ്ചുറീസ് സംഭവിച്ച പേഷ്യൻസിനെയാണ് ഇവിടെ വിക്ടിംസ് എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്? അവരുടെ റെസ്പിറേഷൻ നോക്കും. റെസ്പിറേഷൻ എങ്ങനെയാണ് നോക്കുന്നത്? എന്താണ് നോക്കുന്നത്? 30 മിനിറ്റ്സിന് താഴെയുള്ള അല്ലെ, 30 മിനിറ്റ്സിൽ താഴെയുള്ള പേഷ്യൻസ് ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യുന്നു. പെർഫ്യൂഷൻ രണ്ട് രീതിയിൽ നോക്കുന്നു അല്ലെ. എങ്ങനെയാണ്? റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട്, അങ്ങനെ പൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി ചെക്ക് ചെയ്യുന്നത് നമ്മളുടെ വെയിലിൽ പിടിച്ചുകൊണ്ട്. അതിനുശേഷം എന്താണ്? കാപ്പിലറി റീഫിൽ ബ്ലാഞ്ച് ടെസ്റ്റ് നടത്തുന്നത്. അതായത് എന്താണ്? ബ്ലഡിന്റെ ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്ലാഞ്ച് ടെസ്റ്റ് നടത്തുന്നത്. എവിടെയാണത്? നെയിൽ ബെഡിലാണ്. നെയിലിന്റെ തമ്പിന്റെ ഏറ്റവും അറ്റത്ത് ആണ്, ഫിംഗർ ട്രിപ്പിലാണ് ഏറ്റവും അറ്റത്താണ് അതിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുന്നത്. ഇത് പ്രസ് ചെയ്തതിനു ശേഷം 2 സെക്കൻഡ്സ് കഴിയുമ്പോൾ വൈറ്റ് കളർ ഉണ്ടാവും, റെഡ് കളറായിട്ട് മാറുമ്പോൾ അവിടെ ബ്ലഡ് ഫ്ലോ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം എന്താണ്? പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ് നോക്കുന്നത്. ഓക്കെ, ഇനി മെന്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസ് പറയുന്ന കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നു. ഡോക്ടേഴ്സ് പറയുന്ന കമാൻഡ്സുകള് അതിനനുസരിച്ച് ആ പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിനു ശേഷമാണത് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് അല്ലെ. ഡ്യൂറിങ് ട്രീറ്റ്മെന്റ് ടൈമിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത്? ഓപ്പൺ ദ എയർവേ. ദെൻ എയർവേ തുറക്കുന്നു. അതിനുശേഷം എന്താണ്? സ്റ്റോപ്പ് ദ ബ്ലീഡിങ്, എന്താണ്? രക്തസ്രാവം എന്താണ്? സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം എലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്, എന്താണ്? ഷോക്കിന് വേണ്ടിയിട്ട് കാലുകൾ ഉയർത്തുന്നു. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ അത് ഈ ഭാഗം മുഴുവനും? എന്നാലും ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കി നിങ്ങള് കണ്ടോ? സ്റ്റാർട്ട് ട്രയേജിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാമോ? ഒന്നും കാണില്ല. യെസ്, പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റാർട്ട് ട്രയേജ്, അതായത് ട്രയേജ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇസ് എ പേഷ്യന്റ് ബ്രീത്തിങ്, പേഷ്യന്റ് ശ്വസിക്കുന്നുണ്ടോ എന്ന്. ശ്വസിക്കുന്നുണ്ട് എന്നാണെങ്കിൽ എന്താണ്? യെസ്.
എസ് എന്ന് പറയുമ്പോ എന്താണ്, ആൾക്ക് ബ്രീത്തിങ് ഉണ്ട്. അപ്പൊ അതിനുശേഷം വരുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ നോ എന്ന് പറയുമ്പോ എന്താണ്, പേഷ്യന്റിന് ബ്രീത്തിങ് ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു ഭാഗം നോക്കാം. ഇസ് എ പേഷ്യന്റ് ബ്രീത്തിങ് ഈസ് നോ. നോ ആണെങ്കിൽ എന്താണ്, എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ നോക്കി പറയട്ടെ, എനിക്ക് അവിടെ കാണുന്നില്ല കൃത്യമായിട്ട്. ഓപ്പൺ പേഷ്യൻസ് എയർവേ ഇസ് ഇഫ് പേഷ്യന്റ് ബ്രീത്തിങ്. എന്താണ്, ആ എയർവേ ഓപ്പൺ ചെയ്യുക. അപ്പൊ ബ്രീത്തിങ് ഇല്ല എങ്കിൽ ദെൻ എയർവേ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണ്, ചിലപ്പോ ആള് നോ ആണെങ്കിൽ എന്താണ്, ഡെഡ് ആയിട്ടുണ്ടായിരിക്കാം അല്ലെ. നോ ആണെങ്കിൽ ആള് ഡെഡ് ആയിട്ടുണ്ടായിരിക്കാം. ദെൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് യെസ് ആണെന്നെങ്കിലോ, എയർവേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചാൻസസ് ഉണ്ടെങ്കിൽ എന്താണ്, ആൾക്ക് എന്ത് കൊടുക്കുന്നു നമ്മള്, എന്താണ് കൊടുക്കേണ്ടത്, യെസ് ആണെങ്കിൽ എന്താ കൊടുക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ച്, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു അല്ലെ. ഇമ്മീഡിയറ്റ് കൊടുക്കുന്നു. ഇമ്മീഡിയറ്റ് കെയർ, എത്രയും പെട്ടെന്ന് തന്നെ എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്നു. ഇനി ഇത് നോവിന്റെ കാര്യം അല്ലെ, ബ്രീത്തിങ് ഇല്ലാത്തൊരു പേഷ്യന്റ് ആണെങ്കിൽ എയർവേ ഓപ്പൺ ചെയ്തതിന് ശേഷമായിരിക്കാം റെസ്പോൺസ് കാണിക്കുന്നെങ്കിൽ ആൾക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ദെൻ ഇനി ഇഫ് ദ പേഷ്യന്റ് ബ്രീത്തിങ് യെസ്, പേഷ്യന്റ് ശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഗ്രേറ്റർ ദാൻ 30 ബ്രീത്ത് പെർ മിനിറ്റ്. അതായത് 30 മിനിറ്റിൽ കൂടുതൽ എന്താണ് ബ്രീത്തിങ് ഉള്ളവര്. അതുപോലെ തന്നെ എന്താണ്, 30 മിനിറ്റിൽ കുറവാണെങ്കിൽ എന്ത് കൊടുക്കണം, ഇപ്പൊ 30 മിനിറ്റ് കൂടുതലാണെങ്കിൽ എന്താണ്, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം അല്ലെ. മിനിറ്റ്സ് കൂടുതലാണെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. ദെൻ ബ്രീത്തിങ് കുറവാണെങ്കിൽ എന്താണ്, ഇഫ് അവിടെ എന്താ കാണിക്കുന്നത്, റേഡിയൽ പൾസ് പ്രസന്റ്. ഓക്കെ, റേഡിയൽ പൾസ് നോക്കുന്നു. അതിനുശേഷം റേഡിയൽ പൾസ് എന്താണ്, നോ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, പൾസ് നോ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ദ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു. ഓക്കെ, ഇനി പൾസ് റേഡിയൽ പൾസ് എസ് ആണെങ്കിൽ എന്താണ്, അസസ് മെന്റൽ സ്റ്റാറ്റസ് ക്യാൻ പേഷ്യൻസ് ഫോളോ കമാൻഡ്സ്. പൾസ് ഉണ്ടെങ്കിൽ, പൾസ് പ്രസന്റ് ആണെങ്കിൽ പേഷ്യന്റിന്റെ എന്ത് ചെയ്യുന്നു, മാനസിക നില വിലയിരുത്തുന്ന, പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് വിലയിരുത്തുന്നു, കമാൻഡ്സുകൾ ആള് ഫോളോ ചെയ്യും, പറയുന്ന കാര്യങ്ങള് ആള് പേഷ്യന്റ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുന്നു. ദെൻ ഇല്ല എന്നാണെങ്കിൽ എന്താണ്, കമാൻഡുകളൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണെങ്കിൽ ആൾക്ക് എന്ത് കൊടുക്കുന്നു, നോ, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു. ദെൻ കമാൻഡുകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, യെസ്, ഡിലേഡ് കെയർ കൊടുത്താൽ മതി അല്ലെ. കുറച്ച് വൈകിയായാലും ആൾക്ക് ചികിത്സ കൊടുത്താലും മതിയാകും. ഓക്കെ, ഒന്നുകൂടി പറയാം. പേഷ്യൻസ് ബ്രീത്തിങ്, പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നില്ല എങ്കിൽ എന്താണ്, ഓപ്പൺ ദ എയർവേ ഓപ്പൺ ചെയ്യുക. അതായത് രോഗിയുടെ ശ്വസനനാളം തുറന്ന് എന്താണ്, രോഗി ശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്നാണെങ്കിൽ എന്താണ്, ആള് മരിച്ചിട്ടുണ്ടായിരിക്കും, ഡെഡ് ഔട്ട് ആയി അല്ലെങ്കിൽ മരിച്ചുകൊണ്ടേ ഇരിക്കുമായിരിക്കും. ദെൻ യെസ് ആണെങ്കിൽ ആൾക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. ഇത്രയും ഭാഗം ക്ലിയർ ആണോ, യെസ് വരെയുള്ള ഈ നോയിൽ ഈ ഒരു ഭാഗം ക്ലിയർ ആണോ, യെസ്. ഇനി ഇഫ് ദ പേഷ്യന്റ് ബ്രീത്തിങ്, പേഷ്യന്റ് ശ്വസിക്കുന്നുണ്ടെങ്കിൽ ബീറ്റ്സ് എത്രത്തോളം ഉണ്ടാവണം എന്നാണ് പറയുന്നത്, അതായത് 30 ബ്രീത്ത്സ് കൂടുതലുള്ള ആളാണെങ്കിൽ എന്താണ്, ആൾക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. അത് കുറവാണെങ്കിൽ എന്താണ്, റേഡിയൽ പൾസ് പ്രസന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി റേഡിയൽ പൾസ് ഇല്ലാത്ത ആളാണെങ്കിൽ എന്താണ്, കൺട്രോൾ ദ ബ്ലീഡിങ് ആൻഡ് ഇമ്മീഡിയറ്റ് കെയർ ആൾക്ക് കൊടുക്കണം. ദെൻ റേഡിയൽ പൾസ് ഉണ്ട്, യെസ്. അതിനുശേഷം എന്താണ്, പേഷ്യന്റ് തരുന്ന കമാൻഡ്സിന് എന്തെങ്കിലും റെസ്പോൺസ് കാണിക്കുന്നുണ്ടോ, മെന്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് പേഷ്യന്റിന്റെ, അത് ചെക്ക് ചെയ്യുന്നു. മെന്റൽ സ്റ്റാറ്റസ് നോ ആണെങ്കിൽ ആൾക്ക് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നു. ദെൻ കമാൻഡ്സിൽ റെസ്പോണ്ട് ചെയ്യുന്നത് എന്താണ്, ഡിലേഡ് കെയർ കൊടുത്താലും മതിയാകും. ഓക്കെ, ഇതാണ് ട്രയേജിന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ, ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ ആണോ? യെസ്. നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ മിക്ക തിയറി ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്ന ഭാഗങ്ങൾ ഓരോന്നും കഴിഞ്ഞു. ഇനി നമ്മള് ഒരു കോഡ്സ് മാത്രമാണ് പഠിക്കാൻ പോകുന്നത്. ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സ് മാത്രം നമുക്കിനി ഈ ചാപ്റ്ററിലുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ കോഡും നോക്കാം. കോഡ് റെഡ്, കോഡ് പിങ്ക്, കോഡ് ഓറഞ്ച്, കോഡ് ബ്ലൂ, കോഡ് യെല്ലോ, then code violet and code brown. ഓക്കെ. അപ്പൊ ഓരോ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ഇതൊക്കെ കോഡ്സ് ആണ് പ്രധാനമായും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ഒരു സമയം വിലയിരുത്തുന്നത്, എവിടേക്കാണ് അത് കോൾ ചെയ്യുന്നത്, എന്ത് തരത്തിലുള്ള ഒരു പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ബാക്കിയുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള രീതിയിലാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ നേരെയാണ് കേട്ടോ. ചിലതിന്റെ ബാലൻസ് ഇതിന്റെ താഴേക്ക് വന്നിട്ടുണ്ട്, അപ്പൊ നോക്കണം. ഓക്കെ, നമുക്ക് കോഡ് റെഡ് എന്താന്ന് നോക്കാലോ. കോഡ് റെഡ് എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാമോ? കോഡ് റെഡ് എന്തായിരിക്കും? യെസ്, ഓഫ് കോഴ്സ് ഫയർ തന്നെയാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. ഫയറിൽ ഏതെങ്കിലും തരത്തിലുള്ള തീപിടുത്തങ്ങള്, സ്മോക്ക് ഓർ ഓർഡർ ഫോർ സംതിങ് ബേണിംഗ്, എന്തെങ്കിലും തരത്തില് തീപിടുത്തം മൂലം എന്താണ് സ്മോക്ക്, പുക, അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും ബേൺ ചെയ്യുന്ന സമയത്ത് ഉയർന്നു വരുന്ന എന്താണ് ഓർഡർ, എന്താണ് ആ ഗന്ധം, അല്ലെങ്കിൽ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ഗന്ധം അല്ലെ, ആ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് സ്മെൽ. ദെൻ ആ ഒരു സമയത്ത് ഫയർ ഓർ ദ ഓർഡർ ഓഫ് സംതിങ് ബേണിംഗ്, ഏത് കോഡാണ് അവിടെ വരുന്നത്? റെഡ് അലേർട്ട് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ആസ് പെർ ഫയർ മാനുവൽ, ഫയർ മാനുവൽ അനുസരിച്ചിട്ട് ഇൻഫോം ചെയ്യേണ്ടത് ഏത് നമ്പറിലേക്കാണ്? 5000 എന്ന നമ്പറിലേക്കാണ് കോഡ് റെഡ് അനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, റെഡ് ടീം അലേർട്ടിലേക്കാണ്, അതായത് കോളർ നമ്പർ എത്രയാണ്? 5000 എന്ന നമ്പറിലേക്കാണ് കോഡ് റെഡ് അറിയിക്കേണ്ടത്, ഓപ്പറേറ്റർ വിളിച്ച് അറിയിക്കേണ്ടത്. ദെൻ അതിനുശേഷം കോൾ ചെയ്തതിനു ശേഷം എന്താണ്? നോട്ടിഫൈ ദ ടെലിഫോൺ ഓപ്പറേറ്റർ 9, അവിടെ നമ്പർ 9 ആണ്. ഫയർ ടെലിഫോൺ ഓപ്പറേറ്റർ 9 ആണ്. ഇത് ഫയർ മാനുവലിലേക്കുള്ള നമ്പർ ആണിത്, ഓപ്പറേറ്ററിലേക്കുള്ള നമ്പർ. അവര് എന്താണ് ഫോളോ ചെയ്യുന്നത്? അവര് റേസ് എന്നൊരു പ്രോട്ടോകോൾ ആണ് ഫയർ ടൈമില് ഫോളോ ചെയ്യുന്നത്. റേസ് എന്ന പ്രോട്ടോകോൾ ആണ് കോഡ് റെഡ് ഫയർ ടൈമില് ഫോളോ ചെയ്യുന്നത്. എന്താണ് റേസ്? റെസ്ക്യൂ, അവിടെ ഓരോ ലെറ്റേഴ്സും ഓരോന്നും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കാം കേട്ടോ. ഓരോന്നൊന്ന് ഹൈഫൺ ഇട്ടോ അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് പോവാട്ടോ, അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് കിടക്കുക. ഓക്കെ, പറയട്ടെ. എന്താണ്? റെസ്ക്യൂ ഓർ റിമൂവ്. എന്താണ് റെസ്ക്യൂ ഓർ റിമൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്ക്യൂ ഓർ റിമൂവ് എല്ലാവരെയും എന്താണ് ഉടനടി തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റെസ്ക്യൂ ഓർ എവറിയോ ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ, അതായത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്ലേസിൽ നിന്ന് എല്ലാവരെയും എന്താണ് റിമൂവ് ചെയ്യുക. ഫോർ റെസ്ക്യൂ ഓർ റിമൂവ്, ഇവിടെ നിന്ന് എല്ലാവരെയും എന്താണ് നീക്കം ചെയ്യുക. ഓക്കെ, എന്തിൽ നിന്നും? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡേഞ്ചറിൽ നിന്നും അല്ലെ. ഫയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് അവിടെയുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് റിമൂവ് ആണ് ചെയ്യേണ്ടത്. ദെൻ എ, നമ്മൾ ആണ് പറഞ്ഞത്. ഇനി എ എന്താണ്? ആക്ടിവേറ്റ് എ ഫയർ അലാം. ആക്ടിവേറ്റ് എ ഫയർ അലാം. അതിനുശേഷം എന്താണ് സെക്കൻഡ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാല് ഒരു ഫയർ അലാം ഉണ്ടായിരിക്കും, അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്, അതായത് ഫയർ സംഭവിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടത് അലാം ഓഫ് ചെയ്യാനുണ്ടായിരിക്കും, അത് ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, സി എന്താണ്? കൺഫൈൻ സ്മോക്ക് ആൻഡ് ഫയർ ആൻഡ് ക്ലോസ് ഓൾ ഡോർസ്. എന്താണ് സി? കൺഫൈൻ എന്ന് വെച്ചാൽ പരിമിതപ്പെടുത്തുക, അതായത് എന്ത് പരിമിതപ്പെടുത്തുക? ആ സമയത്ത് സ്മോക്കും ഫയറൊക്കെ വരുന്ന സമയത്ത് എന്താണ് എല്ലാ ഡോർസും ക്ലോസ് ചെയ്യുക. ഓക്കെ, എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്യുക എന്നാണ് അവിടെ പറയുന്നത്. മറ്റൊന്നും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് സി, കൺഫൈൻ ചെയ്യുക. ദെൻ
അടുത്ത എന്താണ്? അടുത്ത ലെറ്റർ ഏതാണ്? Confine smoke and fire, close all doors. E എന്താണ്? Extinguish for the fire if possible. നമ്മൾ അതിനെ കണ്ടിട്ടില്ലേ? ഫയർ വരുന്ന സമയത്ത് എക്സ്റ്റിങ്ക്യൂഷ് ഉപയോഗിച്ചിട്ട് ഫയർ എന്ത് ചെയ്യുന്നു? ഫയർ എന്താണ് നമ്മൾ ചെയ്യുന്നത്? എക്സ്റ്റിങ്ക്യൂഷ് എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റൽസിൽ റെഡ് കളറിൽ വെച്ചിട്ടുണ്ടായിരിക്കും. Then കണ്ടിട്ടുണ്ടോ? എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടുണ്ടോ? യെസ്. Then notice not alert others by shouting code red. അത് ഓൺ ചെയ്തതിനു ശേഷമാണ് അത് എക്സ്റ്റിങ്ക്യൂഷ് പോസിബിൾ ആക്കിയതിനു ശേഷം എന്താണ്? ഷൗട്ട് ചെയ്തായിരിക്കും എന്ത് പറയുന്നത്? കോഡ് റെഡ് എന്നത്. അത് വളരെ ഉറക്കെയായിരിക്കും എന്ത്? കോഡ് റെഡ് എന്ന് ഷൗട്ട് ചെയ്തായിരിക്കും മറ്റ് അലേർട്സ് മറ്റ് അതേഴ്സിനെ അലേർട്ട് ചെയ്തിട്ട് പറയുന്നത്. ഓക്കെ, അവരെ അറിയിക്കുക, അനൗൺസ് ചെയ്യുന്നത് വളരെയധികം ഷൗട്ട് ചെയ്തായിരിക്കും. കോഡ് റെഡ് എന്ന് ഭയങ്കര ഉയർന്ന ശബ്ദത്തിലായിരിക്കും അത് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, യെസ്. ഇതിനുശേഷം എന്താണ്? ഇൻ അതർ ഏരിയാസ് ഓർ ഏരിയ അവേ ഫ്രം ദ അലാം ലൊക്കേഷൻ, ക്ലോസ് ഓൾ ഡോർസ് ആൻഡ് വിൻഡോ ഈവൻ if you are not located in the alarm area. അതായത് ഇനി നമ്മള് ആ പ്രദേശത്തോ അല്ലെങ്കിൽ അതർ ഏരിയാസിലാണെങ്കിൽ എന്താണ്? അലാം കേൾക്കുമ്പോൾ ആ ലൊക്കേഷന് അലാം കേൾക്കുന്ന സമയത്ത് എന്താണ്? എല്ലാ ഡോർസും എന്താണ്? ക്ലോസ്. എല്ലാ ഡോർസും വിൻഡോസ് ഒക്കെ എന്താണ്? നമ്മൾ ക്ലോസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. അത്തരത്തിലുള്ള മറ്റ് ഏരിയാസ് ഒക്കെ എന്താണ്? എത്രയും പെട്ടെന്ന് നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം എന്താണ്? ലൊക്കേറ്റ് ഇൻ ദ അലാം ഏരിയ, വാച്ച് ഫോർ സൈൻ ഫോർ ഫൈൻ ആൻഡ് സ്മോക്ക്, ഡു നോട്ട് യൂസ് എലവേറ്റേഴ്സ്, റിപ്പോർട്ട് ദ അസൈൻഡ് വർക്ക് ഏരിയ ആൻഡ് വെയിറ്റ് ഫോർ ഇൻസ്ട്രക്ഷൻസ്. ഇതൊക്കെ ഡോർക്ക് ക്ലോസ് ചെയ്തതിനു ശേഷം എന്താണ്? ആർ നോട്ട് ലൊക്കേറ്റഡ് ഇൻ ദ അലാം ഏരിയ. നമ്മളെ ആ ഏരിയയിലല്ല എങ്കിൽ കൂടി എന്തായിരിക്കണം? ഒരു സൈൻ കിട്ടാൻ വേണ്ടിട്ട് ഫയർ ആൻഡ് സ്മോക്കിന്റെ ഒരു സൈൻ ഉണ്ടായിരിക്കും അല്ലെ? അലാം കേൾക്കാത്ത ഏരിയാസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാരണവശാലും എലവേറ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എലവേറ്റേഴ്സ് എന്താണ്? ലിഫ്റ്റ് ഒരിക്കലും തീ അപകടം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതിനുശേഷം റിപ്പോർട്ട് ടു ദ അസൈൻഡ് വർക്ക് ഏരിയ ആൻഡ് വെയിറ്റ് ഫോർ ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് ഏരിയയിൽ മാറി നിന്നുകൊണ്ട് എന്താണ്? ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് വരെ റിപ്പോർട്ട് ടു ദ അസൈൻഡ് വർക്ക് ഏരിയ ആൻഡ് വെയിറ്റ് ഫോർ ഇൻസ്ട്രക്ഷൻസ് വരുന്നത് വരെ എന്താണ്? നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. ഓക്കെ, അതിനുശേഷം എന്താണ്? വെൻ യൂസിങ് എക്സ്റ്റിങ്ക്യൂഷർ ടു പുട്ട് ദ ഫയർ, എക്സ്റ്റിങ്ക്യൂഷർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് റിമെമ്പർ ചെയ്യുന്നത്? പാസ് എന്നൊരു പ്രോട്ടോകോൾ ആണ് അവിടെ വരുന്നത്. പാസ് എന്താണ്? പുൾ ദ പിൻ ആണ് കേട്ടോ. പിൻ PM അല്ല, പിൻ. പുൾ ദ പിൻ. അവിടെ ഒരു പിൻ ഉണ്ടായിരിക്കും. പിൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വലിക്കുന്ന ഒരു സാധനമാണ്. അത് പുള്ളി ചെയ്യുന്നു. P for pull the pin. PIN ആക്കണേ. PIN. എന്താണ്? P. Pull the pin. Then A എന്താണ്? aim ആണ് കേട്ടോ. aim അല്ല, aim ആണ്. aim the nozzle. aim the nozzle. എന്താണ്? ആ ഡിസ്ട്രിബ്യൂഷൻ അറ്റത്തൊരു നോസിൽ ഉണ്ടായിരിക്കും, ഒരു അടപ്പ് പോലത്തെ. ഓക്കെ, അതിലായിരിക്കണം എയിം ഉണ്ടായിരിക്കേണ്ടത്. aim the nozzle. ഒരു ഹാൻഡിൽ പോലത്തെ ഒരു ഭാഗം, ആ പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അത് എടുത്തിട്ടില്ല. Then S for എന്താണ്? Squeeze the handle. ആ നോസിലിന് താഴെ തന്നെ ഒരു ഹാൻഡിൽ ഉണ്ടായിരിക്കും. അതും എന്താണ്? നമ്മളിങ്ങനെ ഞെക്കും അല്ലെ? സ്ക്വീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞെക്കും അല്ലെ? ഞെക്കുന്ന സമയത്ത് അതിനുശേഷം എന്താണ്? S for sweep in a side to side motion. വലിച്ച് ഹാൻഡിൽ വലിച്ചതിന് ശേഷം ഞെക്കിയതിനു ശേഷം എന്താ സംഭവിക്കുന്നത്? സൈഡ് ടു സൈഡ് മോഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? സൈഡ് ടു സൈഡ് മോഷൻ. സ്വീപ്പിംഗ് എന്നറിയാം എന്താ?
അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇങ്ങനെ ചലിപ്പിക്കുന്നു. കണ്ടിട്ടില്ലേ? അത് തീ അണക്കുന്നത് കണ്ടിട്ടില്ലേ നമ്മള്? അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് ടു സൈഡ് ആയിട്ട് അതിങ്ങനെ ചലിപ്പിക്കുന്നു. അതാണ് സ്വീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സൈഡ് ടു സൈഡ് മോഷൻ. ഓക്കെ, എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കുന്ന സമയത്തുള്ള ഒരു പ്രോട്ടോകോൾ ആണ് എന്ത്? പാസ് എന്ന് പറയുന്നത് അല്ലെ? ആ എക്സ്റ്റിങ്ക്വിഷറിന്റെ ആ ഒരു ഉപകരണം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? P4 പുൾ ദ പിൻ, പിന്നെ പുള്ള് ചെയ്യുക, പിന്നെ വലിക്കുക. അതിനുശേഷം അതിന്റെ എന്ത് നോസിൽ ഓപ്പൺ ചെയ്യുക. സ്ക്വീസ് എന്താണ്? സ്ക്വീസ് ദ ഹാൻഡിൽ, ആ ഹാൻഡില് സ്ക്വീസ് ചെയ്യുക, ഞെക്കി പിടിക്കുക. അതിനുശേഷം സ്വീപ്പിനെ സൈഡ് ടു സൈഡ് മോഷൻ, അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് ടു സൈഡ്, പല അപ്പുറം ഇപ്പുറം എന്താണ് അതിങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ചിട്ട് നമ്മള് തീ അണയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ കോഡ് റെഡ് എന്താണ് പറയുന്നത്? ഇതിനെ പറ്റിയിട്ടാണ്. ഫയർ, സ്മോക്ക് ഓർ the order of something burning initiate for alarm, red alarm. റെഡ് ടീം ആണത് അലേർട്ട് ചെയ്യിപ്പിക്കുന്നത്. അതിന്റെ ഫയർ മാനുവൽ നമ്പർ എത്രയാണ്? ഇൻഫോ 5999, സോറി 5000. ഓക്കെ, അതിനുശേഷം എന്താണ്? ടെലിഫോൺ ഓപ്പറേറ്ററിനെ നോട്ടിഫൈ ചെയ്ത്, ടെലിഫോൺ ഓപ്പറേറ്റർ 9ലേക്കാണ് റേസ് എന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. for rescue or remove everyone from immediate danger. Immediate danger ആയിട്ടുള്ള പ്ലേസസ് എന്താണ്? എത്രയും പെട്ടെന്ന് ആൾക്കാരെ മാറ്റുന്നു. Then A, activate a fire alarm. ഒരു ഫയർ അലാം അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നു. Then അതിനുശേഷം എന്താണ്? കൺഫൈൻ ചെയ്യുന്നു. C4 കൺഫൈൻ, സ്മോക്ക് ആൻഡ് ഫയർ ആൻഡ് ക്ലോസ് ഓൾ ഡോർസ് അല്ലെ? അതായത് ഡോർസ്, എല്ലാ ഡോർസുകളും ക്ലോസ് ചെയ്യിപ്പിക്കുന്നു. Then E for extinguish the fire if possible. അതിനുശേഷം എന്താണ്? E എന്താണ്? extinguish ചെയ്യുന്നു. Then not alert others by shouting code red. എന്താണ്? ഷൗട്ട് ചെയ്തുകൊണ്ട് കോഡ് റെഡ് RBL എന്നുള്ള കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നതാണ്, വെട്ടിക്കളയാട്ടോ. ഓക്കെ, കോഡ് റെഡ് ഷൗട്ട് ചെയ്ത് അനൗൺസ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ഇതിനകത്ത് ഏരിയാസ് ഓർ away from the alarm location, close all doors and windows if you are not located in alarm area. Then watch for sign of fire and smoke. Then do not elevators. എന്താണ്? ആ ഏരിയയിൽ നിന്ന്, ആ ലൊക്കേറ്റ് ചെയ്ത ഏരിയയിൽ നിന്ന് എന്താണ് നമ്മള് മാറി നിൽക്കുക. അതിനുശേഷം എന്താണ്? സൈൻ കേൾക്കുന്നത് വരെ, സൈൻ കേട്ടതിന് ശേഷം എന്താണ്? ആ ഏരിയയിൽ നിന്ന് മാറി നിൽക്കുക. ദെൻ എന്താണ്? ഒരു കാരണവശാലും നമ്മൾ എലവേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ റിപ്പോർട്ട് ടു ദ അസൈൻഡ് വർക്ക് ഏരിയ ആൻഡ് വെയിറ്റ് ഫോർ ഇൻസ്ട്രക്ഷൻസ്. ഏതെങ്കിലും ഏരിയയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം എന്താണ്? ഒരു ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? പാസ് എന്ന പ്രോട്ടോകോള്, പാസ് എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. പുള്ളിങ് ദ പിൻ, ദെൻ A for aim the nozzle, then S for skews the handle, and S for sweep in a side to side motion. Okay, മനസ്സിലായോ? കോഡ് റെഡ്. നെക്സ്റ്റ് കോഡ് പറയട്ടെ. കോഡ് പിങ്ക്. Code pink is activated when an A എന്താണോ? ഏതാണോ? Activate a fire alarm. Activate a fire alarm. ഈ A ആണോ ചോദിച്ചത്? A for aim എന്നാണ് ഇവിടെ കേട്ടോ. Aim the nozzle എന്നാണ്. Aim, AIM എന്നാണ് ഇവിടെ കേട്ടോ. AIM കണ്ടോ? കണ്ടോടോ? യെസ്. കോഡ് പിങ്ക് എന്താണ്? കോഡ് പിങ്ക് ഈസ് ആക്ടിവേറ്റഡ് where an infant or child is confirmed missing from the NICU labor room ward of the from the pediatric wards. അല്ലെ? കോഡ് പിങ്ക് എന്ന് പറഞ്ഞ ചൈൽഡ് മിസ്സിംഗ് ആണ് NICU നിന്നോ ലേബർ റൂമിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് ഫ്ലോറിൽ നിന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞ് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു
അലേർട്ട് കോഡാണ് എന്ത് കോഡ് പിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. Yes. Child missing initiation and upon learning of an infant or child missing, notify the security supervisor. ഏത് നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്? ഒരു ഇൻഫാന്റ് ഓർ ചൈൽഡ്, ഒരു നവജാത ശിശുവിലൊരു പീഡിയാട്രിക് ഫ്ലോറിൽ നിന്നൊരു കുട്ടിയോ മിസ്സിംഗ് ആയതിനു ശേഷം എന്താണ് 74Y എന്ന നമ്പറിലേക്കായിരിക്കണം 1745 എന്ന നമ്പറിലേക്കായിരിക്കണം ആ സെക്യൂരിറ്റി സൂപ്പർവൈസറെ വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കേണ്ടത്. സെക്യൂർ ഇമ്മീഡിയറ്റ് ഏരിയ, എത്രയും പെട്ടെന്ന് എന്താണ് ആ ഒരു ഏരിയ എത്രയും പെട്ടെന്ന് സുരക്ഷിതമാക്കണം. ഇഫ് പോസിബിൾ അലോ നോ വൺ ടു എൻറ്റർ ഓർ എക്സിറ്റ്, അവിടേക്ക് ആരെയും ഇന്ന് പുറത്തേക്ക് വിടാനും പാടില്ല, പുറത്തുനിന്ന് ആരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനും പാടുള്ളതല്ല. Then until the arrival of security staff, ആര് വരുന്നത് വരെ? സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ എന്താണ് പുറത്തുനിന്ന് അകത്തേക്കോ അല്ലെങ്കിൽ അകത്തുനിന്ന് പുറത്തേക്കോ ആരും തന്നെ പോകാനായിട്ട് അനുവദിക്കാൻ പാടില്ല. ചെക്ക് സ്റ്റെയർവേസ്, എല്ലാ സ്റ്റെയർവേസും ചെക്ക് ചെയ്യേണ്ടി വരും. ലഞ്ചസ്, വെയിറ്റിംഗ് റൂംസ് ആൻഡ് റെസ്റ്റ് റൂംസ്, എവിടേക്കാണ് വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടത്, എവിടേക്കാണ് കണ്ടെത്തേണ്ടത്, പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് എവിടേക്കാണ്? വെയിറ്റിംഗ് ഏരിയാസിൽ, റെസ്റ്റ് റൂംസിൽ, ലഞ്ചസിലൊക്കെ, സ്ട്രേറ്റ് റേസിലൊക്കെ ആയിരിക്കണം ആ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് കൃത്യമായിട്ട് അവിടെ ചെക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ക്വസ്റ്റ്യൻ ഏരിയ ക്യാരിങ് എ ലാർജ് ഡഫൽ ബാഗ്. ഇനി മറ്റുള്ളവരെ ഒന്ന് നമ്മൾ ചോദ്യം ചെയ്യണം, പ്രത്യേകിച്ച് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം? ലാർജ് ഡഫൽ ബാഗ്, അതായത് ക്ലോത്ത്സ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ബാഗ് കണ്ടിട്ടില്ലേ നമ്മളിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പില്, അതായത് കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ടുപോകാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അതിൽ. അപ്പൊ അങ്ങനെ പോകുന്നവരാണ് ഡഫൽ ബാഗ് യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നവരെന്താണ് ക്വസ്റ്റ്യൻ ചെയ്യണം. ദെൻ എന്തെങ്കിലും പാക്കേജസ് എന്തെങ്കിലും പാക്ക് ചെയ്ത് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ എന്താണ് ട്രൈങ് ടു കൺസീൽ ആൻ ഒബ്ജക്ട് അണ്ടർ ദെയർ ക്ലോത്തിങ്. ഇനി അവരുടെ ഡ്രസ്സിന് അടിയിലായിട്ട് ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകണൊക്കെ കാണാനല്ലേ നമ്മള്, ഇപ്പൊ സാരിയുടെ അടിയിലോ അല്ലെങ്കിൽ കോട്ടന്റെ ഉള്ളിലേക്ക് വെച്ച് എന്തോ കൊണ്ടുപോകുന്നത് പോലെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്താണ് കൺസീൽ ആൻ ഒബ്ജക്ട് അണ്ടർ ദെയർ ക്ലോത്തിങ് എന്ന് വെച്ചാൽ അവരുടെ ഡ്രസ്സിന് അടിയിലായിട്ട് വെച്ച് കൊണ്ടുപോകുമ്പോഴൊക്കെ മൂടി പൊതിച്ച് കൊണ്ടുപോകുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവരെന്താണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ, in the event that someone is observed that fits into a above category, call security and do not lose sight of that persons. അപ്പോൾ മുകളിൽ കാണിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സൈൻ, അതായത് ഡഫൽ ബാഗിലോ അല്ലെങ്കിൽ മറ്റ് പാക്കേജസിലോ അല്ലെങ്കിൽ ക്ലോത്തിന്റെ അണ്ടറിലോ കുഞ്ഞിന് കൊണ്ടുപോകുന്നത് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാല്, അങ്ങനെ പോകുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആളെ ഒബ്സർവ് ചെയ്യണം. സെക്യൂരിറ്റി എത്തുന്നത് വരെ എന്താണ് സെക്യൂരിറ്റി എത്രയും പെട്ടെന്ന് വിളിച്ചറിയിക്കണം. ഡു നോട്ട് ലോസ് സൈറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ, അയാൾ അവിടെ നിന്ന് പോവാതിരിക്കാനായിട്ട് നമ്മൾ അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ ഉടനടി എന്താണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റിനെ വിളിക്കേണ്ടതാണ്. Then if that suspected person attempts to leave the building prior to the arrival of security officers, do attempt to startle the persons in any way possible. ഇനി ആ പേഴ്സൺ എന്താണ് സസ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ ആ സംശയാസ്പദമായിട്ട് കണ്ട ആ ഒരു പേഴ്സൺ എന്താണ് ആ ബിൽഡിംഗ് വിട്ടു പോവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലേ. ഇനി സെക്യൂരിറ്റി ഓഫീസേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ എന്താണ് ആൾ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതായത് ഇഫ് ദ പേഴ്സൺ ഡസ് ഗെറ്റ് ഇൻ ടു എ വെഹിക്കിൾ, ഇപ്പൊ അയാൾ ചിലപ്പോൾ ഒരു വാഹനത്തിൽ കയറി പോകുക അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് വിട്ട് പോകാൻ ഒരു വാഹനത്തിലോട്ട് കയറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ് എത്രയും പെട്ടെന്ന് നമ്മൾ ആ വെഹിക്കിള് ആ വാഹനം എന്താണ് എത്രയും പെട്ടെന്ന് നോട്ട് ചെയ്യണം. അതിന്റെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻസ് ആണ്, വെഹിക്കിളിന്റെ ഡിസ്ക്രിപ്ഷൻസ്, അതായത് ആ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് ടൈപ്പ് ഓഫ് വാഹനമാണ്, അതിന്റെ നമ്പർ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തിട്ട് വേണം അത് സെക്യൂരിറ്റിയിൽ നമ്മൾ അറിയിക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ വേണമെങ്കിൽ രക്ഷപ്പെട്ടെന്ന് പറയാം. ആ ബിൽഡിങ്സിന് പുറത്തെ ആയിട്ട് ചിലപ്പോൾ അവർക്ക് ഓൾറെഡി വണ്ടിയൊക്കെ പുറത്ത് സെറ്റ് ചെയ്തിട്ടായിരിക്കും അവരകത്ത് കയറിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ തന്നെ.
അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ആ വണ്ടി നമ്പർ നോട്ട് ചെയ്യുക, അത് ഏത് വണ്ടിയാണ് ഏതൊക്കെയുള്ളതാണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്താണ് വെക്കുന്നത്. ഓക്കെ, കോഡ് പിങ്ക് എന്താണ് അപ്പോ ചൈൽഡ് മിസ്സിംഗ് ആണ് അല്ലെ. ഇൻഫാന്റ് ഓർ ചൈൽഡ് കൺഫേംഡ് മിസ്സിംഗ് ഫ്രം എവിടെ നിന്നൊക്കെയാണ്? ICUല്, അതുപോലെ ലേബർ റൂമില്, വാർഡ് ഫ്രം ദ പീഡിയാട്രിക് ക്ലോസില്. ഇവിടെ നിന്നൊക്കെയുള്ള കുട്ടികളെ മിസ്സാവുന്ന സമയത്ത് അലേർട്ട് ചെയ്യുന്ന കോഡാണ് എന്ത്? കോഡ് പിങ്ക് എന്ന് പറയുന്നത്. ഇനി കുട്ടി മിസ്സിംഗ് ആയ സമയത്ത് സെക്യൂരിറ്റി സൂപ്പർവൈസറെ 1745 എന്ന നമ്പറിലേക്കാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കേണ്ടത്. Then immediate area if possible allow one enter to exit until the arrival of security staff. അല്ലെ, സെക്യൂരിറ്റി സ്റ്റാഫ് അവിടെ വരുന്നത് വരെ എന്താണ് അവിടെ നിന്ന് ആരും പുറത്തു പോകാനോ അല്ലെങ്കിൽ പുറത്തു നിന്ന് ആരും അകത്ത് കയറ്റാനോ പാടുള്ളതല്ല. Then എല്ലാ എയർവേസും വെയിറ്റിംഗ് റൂംസുകളും മറ്റ് എല്ലാ ഏരിയാസും ഉണ്ടായിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. പിന്നീട് എന്താണ് സസ്പെക്റ്റഡ് ആയിട്ട് തോന്നുന്ന എല്ലാവരെയും എന്താണ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ടഫൽ ബാഗ് കൊണ്ടുപോകുന്നവരോ പാക്കേജസ് കൊണ്ടുപോകുന്നവരോ അല്ലെങ്കിൽ ക്ലോത്ത്സിന്റെ അടിയിൽ വെച്ച് എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ മറച്ചു കൊണ്ടുപോകുന്നവരൊക്കെ എന്താണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും അവരെ വാച്ച് ചെയ്യുകയും വേണം, അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം. ദെൻ ചിലർ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചിലവരെ നമുക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ ആളാണെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് സെക്യൂരിറ്റി സ്റ്റാഫിനെ അറിയിക്കുകയും എന്താണ് ആളെ ആ പേഴ്സൺ അവിടെ നിന്ന് വിട്ടു പോകാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. ഇൻ കേസ് ആ പേഴ്സൺ എന്താണ് ആ ബിൽഡിങ്ങിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്ന സമയത്താണെങ്കിൽ എന്താണ് ആളെ നമ്മള് അയാളെ കയറി പോകുന്ന വാഹനമോ അല്ലെങ്കിൽ മറ്റെന്താണോ എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് വെഹിക്കിൾ ആണെങ്കിലും വെഹിക്കിളിന്റെ നമ്പർ, കളർ, ഏത് ടൈപ്പ് ഓഫ് വെഹിക്കിൾ ആണ് എന്നതൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം ആരെ അറിയിക്കണം? സെക്യൂരിറ്റി സ്റ്റാഫുകളെ അറിയിക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ കോഡ് പിങ്ക്? ഇനി കോഡ് ഓറഞ്ച് നോക്കാം. കോഡ് ഓറഞ്ച് hazardous materials spills such as chemical spill, mercury spill, gas leak, hazardous drug spill, etc. Hazardous materials spill requires immediate attention to prevent contamination of the environment. നമ്മൾ സ്പില്ലേജ് ബേസിസിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഏതൊക്കെ കെമിക്കൽ സ്പില്ല്, മെർക്കുറി സ്പില്ലൊക്കെ എന്താണ്, ഗ്യാസ് ലീക്കേജ് സ്പില്ലൊക്കെ എന്താണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അത് ഒരു പ്രകൃതിക്കും അതുപോലെ എൻവയോൺമെന്റിനും ഒരുപോലെ തന്നെ മനുഷ്യർക്കും അത് ഒരേപോലെ തന്നെ ഡേഞ്ചറസ് ആണ് അല്ലെ. അപകടകരമായിട്ടുള്ള വസ്തുക്കള് അത്തരത്തിലുള്ള കണ്ടാമിനേഷൻ വരുത്തുന്ന വസ്തുക്കൾ എന്താണ് ഏറ്റവും കൂടുതൽ അപകടം തരുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ അത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ പുറപ്പെടുവിക്കുന്ന ഒരു അലേർട്ട് കോഡാണ് എന്ത്? കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത്. അതായത് ഹസാർഡ് മെറ്റീരിയൽസിനെതിരെ ഉയർത്തുന്ന ഒരു കോഡാണ് എന്ത്? കോഡ് ഓറഞ്ച്. Okay. If the spill is in your work area, remove the people patients from the area immediately. Call the operator to initiate the code orange. ഒരു സ്പില്ലേജ് ആ സ്പില്ല് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ എന്താണ് എത്രയും പെട്ടെന്ന് ആ ഏരിയയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ വിത്ത് ഏരിയ പേഷ്യൻസിനെ എന്താണ് അവിടെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഏരിയ നമ്മൾ എന്ത് ഒഴിപ്പിക്കപ്പെടും അല്ലെ, വിത്ത് ഏരിയ ആ പ്രദേശം ഒപ്പാടെ തന്നെ എന്താണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഒഴിപ്പിക്കുന്നു. ദെൻ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആരെ വിളിക്കുന്നു? ഓപ്പറേറ്ററെ വിളിക്കുന്നു. കോഡ് ഇനീഷ്യേറ്റ് കോഡ് ഓറഞ്ച് വെച്ചിട്ട് എന്താണ് ഇമ്മീഡിയറ്റ് ഓപ്പറേറ്ററെ എത്രയും പെട്ടെന്ന് ആ ഏരിയയിലേക്ക് വിളിക്കുന്നു. ദെൻ അലേർട്ട് അതേഴ്സ്, അതിനുശേഷം എന്താണ് മറ്റുള്ളവരെ അറിയിക്കുന്നത്? അലേർട്ട് ദ അതേഴ്സ് ഇൻ ദ ഏരിയ, ആ ഏരിയയിലുള്ള മറ്റുള്ളവരെ അറിയിക്കുന്നു. ദെൻ കൺഫൈൻ ദ സ്പിൽ ഓഫ് പോസിബിൾ ടു ഡു ഇറ്റ് സേഫ്ലി. Then cordon off the area and post warning signs. അലേർട്ട് ഏരിയാസ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഏരിയയിലെ മറ്റുള്ളവരെ നമ്മൾ അത്രയും പെട്ടെന്ന് അറിയിക്കുന്നു. പിന്നെ ഏത് തരം സ്പില്ലാണെന്നുള്ളത്, ആ സ്പില്ല് അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റി എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. Then cordon off the area and post warning signs. പിന്നെ ആ ഏരിയ എന്താ ചെയ്യുന്നത്? പോസ്റ്റ് വാർണിംഗ് സൈൻസ് കൊടുക്കുന്നു. പോസ്റ്റ് വാർണിംഗ് സൈൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് വാർണിംഗ് സൈൻസ്
ആദ്യം നമ്മൾ എന്താ ചെയ്യുക, അലേർട്ട് കൊടുത്തില്ല, മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം എന്താ ചെയ്യുന്നത്, ആ ചോർച്ച സുരക്ഷിതമായി പരിമിതപ്പെടുത്തുന്നു അല്ലെ. ആ ചോർച്ച നടത്താൻ സ്പില്ല് നടന്ന സംഭവത്തെ എന്താണ് പരിമിതപ്പെടുത്തുന്നു, കൺഫൈൻ ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ആ പ്രദേശം ചുറ്റും എന്ത് ചെയ്യുന്നു, കോഡ് ഓഫ് ദ ഏരിയ ആൻഡ് പോസ്റ്റ് വാർണിംഗ് സൈൻസ്. ആ പ്രദേശം മുഴുവൻ നമ്മൾ വളയുകയാണ് അല്ലെ. then do not attempt to clean up any spill without appropriate PPE അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പില്ല് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പില്ലുമായി ഇടപെടുന്ന സമയത്ത് എന്ത് ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കണം അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് PPE ഉപയോഗിച്ചിട്ട് വേണം ആ ഒരു ഏരിയയിൽ നമ്മൾ ക്ലീനപ്പിന് വേണ്ടിയിട്ട് ചെല്ലാനായിട്ട്. then use an appropriate spill kit അല്ലെ. പിന്നീട് നമ്മൾ spill kitsകൾ യൂസ് ചെയ്യണം. after clean up, dispose of all PPE spill materials as hazard waste. നമ്മൾ PPE ഒക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം എന്താണ് അത് ഹസാർഡസ് വേസ്റ്റിലേക്ക്, അതായത് ലേബിൾഡ് ബാഗ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്പില്ല് ഡിസ്പോസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചതല്ലേ, ഓർക്കുന്നുണ്ടോ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ? യെസ്. then account for all people in the area. During the cleanup procedure, if the skin is contaminated, wash the area with soap and water for at least 5 minutes or shower thoroughly. Then ആ ഒരു സമയത്ത് ആ ക്ലീനപ്പ് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ ശേഷം എന്താണ് സ്കിന്ന് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. എല്ലാ സ്റ്റാഫ്സിലും എന്താണ് അത് ശരീരമൊക്കെ അന്ധമാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത്രയും പെട്ടെന്ന് തന്നെ 5 മിനിറ്റോളം എന്താണ് സോപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ് എങ്കിലും എന്താണ് ആ കൈകള് വാഷ് ചെയ്യേണ്ടതാണ്. ഓക്കെ, then notify ICN nursing. notify ICN. ICN ആരാണ്? ICN ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ് കേട്ടോ. ICN എന്ന് വെച്ചാല് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ഇവിടെ എഴുതി കേട്ടോ, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സസിനെ നോട്ടിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ആരാണ് നഴ്സിംഗ് എല്ലാം അവിടെ വരുന്നത്. ഓക്കെ, സോറി, നഴ്സിംഗ് തന്നെയാണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിംഗ്. then സൂപ്പർവൈസർ. CMO ആരാണ്? ചീഫ് മെഡിക്കൽ ഓഫീസർ. if an accidental exposure occurs, seek medical help immediately. ഓക്കെ, അപ്പൊ ആരെയൊക്കെയാണ് നോട്ടിഫൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണേ, ഒരു മിനിറ്റ്. ഓക്കെ, ആരെയും ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കേണ്ടത് ICN അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സസിനും അതുപോലെ CMOനെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടതാണ്. then
ഇനി എക്സ്പോഷർ ഭയങ്കര അധികം ആക്സിഡന്റിൽ എക്സ്പോഷർ കൂടുതലാണെങ്കിൽ എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് വൈദ്യസഹായം എത്രയും ആവശ്യമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഹെൽപ്പ് ആവശ്യപ്പെടേണ്ടതാണ്. ഓക്കെ. കോഡ് ഓറഞ്ച് നോക്കിയേ. ഏത് ടൈപ്പ് ഓഫ് ഹസാർഡ് മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോഴാണ്? ഒന്ന് കെമിക്കൽ സ്പില്ലേജ്, മെർക്കുറി സ്പില്ലേജ് ആൻഡ് ഗ്യാസ് ലീക്കേജസ് ആൻഡ് അതർ ഡ്രഗ് സ്പില്ലേജ് നടക്കുന്ന സമയത്താണ് എന്ത് അത്തരത്തിലുള്ള ഹസാർഡ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന സമയത്താണ് എന്തെങ്കിലും തരത്തിലുള്ള പൊല്യൂഷൻസോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ചാൻസസ് ഉള്ളത്, ലീക്കേജസ് ഉണ്ടാവുന്ന സമയത്ത്. അപ്പൊ കോഡ് ഓറഞ്ച് ആണ് അതിനെ അലേർട്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ. അതിനുശേഷം എന്താ ചെയ്യുന്നത്? The spill is your work area, remove the people. ആ ഏരിയയിൽ നിന്നുള്ള പേഷ്യൻസിനെയും സ്റ്റാഫ്സിലേക്ക് എന്താണ് ആ ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു, പേഷ്യൻസിനെ റിമൂവ് ചെയ്യുന്നു. ദെൻ എന്താണ് ഓപ്പറേറ്ററെ വിളിക്കുന്നു. ദെൻ കോഡ് ഓറഞ്ച് അലേർട്ട് ചെയ്യിപ്പിക്കുന്നു. ദെൻ അലേർട്ട് അതേഴ്സ് ഇൻ ദ ഏരിയ, മറ്റ് ആൾക്കാരെ ആ ഒരു പ്രദേശത്ത് നിന്നും അറിയിപ്പിക്കുന്നു. അതിനുശേഷം മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം എന്താണ് കൺഫൈൻ ദ സ്പിൽ ലീഫ് പോസിബിൾ ടു ഡു, എന്താണ് ചോർച്ച സുരക്ഷിതമായിട്ട് നോക്കുന്നു, കൺഫൈൻ ചെയ്യുന്നു, സേഫ്റ്റി നോക്കിയിട്ട് അത് കൺഫൈൻ ചെയ്തു. ദെൻ കോർഡൺ ഓഫ് ദ ഏരിയ ആൻഡ് പോസ്റ്റ് വാർണിംഗ് സൈൻസ്, ആ പ്രദേശം മൊത്തം വളഞ്ഞതിനു ശേഷം പ്രത്യേകമായിട്ടുള്ള ഒരു വാർണിംഗ് സൈൻസ് പുറപ്പെടുവിക്കുന്നു. ദെൻ ഡു നോട്ട് അറ്റംപ്റ്റ് ടു ക്ലീൻ അപ്പ് എനി സ്പിൽ വിത്തൗട്ട് അപ്രോപ്രിയേറ്റ് PPE ഉപയോഗിക്കാതെ തന്നെ എന്താണ് ഒരു സ്പില്ലും അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. PPE എന്തായാലും നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം. അതുപോലെ തന്നെ എന്താണ് സ്പിൽ കിറ്റുകൾ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്പിൽ കിറ്റ്സുകൾ ഉപയോഗിക്കുക. ദെൻ ആഫ്റ്റർ ക്ലീൻ അപ്പ് ഡിസ്പോസ് സ്പില്ലൊക്കെ ഡിസ്പോസ് ചെയ്തതിനു ശേഷം എന്താണ് ഹസാർഡ് വേസ്റ്റസിലേക്ക് ആ സ്പില്ല് നീക്കം ചെയ്യുക. ദെൻ പിന്നെ എന്താണ് account for all people in the area during the cleanup procedure. The skin is contaminated, wash area with soap and water. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പീപ്പിൾസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ സോപ്പോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ വെള്ളമോ ഉപയോഗിച്ചിട്ട് എന്താണ് കൈകള് നന്നായിട്ട് വാഷ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം എന്താണ് അത് ICNയോ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറോ അല്ലെങ്കിൽ CMOനെ ഇട്ട് എത്രയും പെട്ടെന്ന് എന്താണ് മെഡിക്കൽ ഹെൽപ്പിനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കേണ്ടതാണ്. ICN എന്ന് പറഞ്ഞത് എന്താണ് നമ്മൾ പറഞ്ഞത്? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ആണ് കേട്ടോ. CMO എന്ന് പറയുന്നത് ചീഫ് മെഡിക്കൽ ഓഫീസർ. ഇവർ എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടിയിട്ട് അറിയിക്കേണ്ടതാണ്. ഓക്കെ. കോഡ് ഓറഞ്ചിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കോ? ഉണ്ടോ? ക്ലിയർ ആണോ കോഡ് ഓറഞ്ച്? കോഡ് ബ്ലൂ പറയട്ടെ എന്നാ. കോഡ് ബ്ലൂ എന്താണ്? കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ് അല്ലെ, കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടാകും. കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്ന സമയത്താണ് കോഡ് ബ്ലൂ പുറപ്പെടുവിക്കുന്നത്. റിപ്പോർട്ട് ബൈ ദ എമർജൻസി ബൈ ഡയലിംഗ് എമർജൻസി ഓപ്പറേറ്റർ നമ്പർ 6664 എന്ന നമ്പറിലേക്കാണ് എന്ത് എമർജൻസി കോൾ വിളിക്കേണ്ടത്. ബിഗിൻ CPR. എന്തിനു വേണ്ടിയിട്ട്? CPR-ഉം ദെൻ ACLS പ്രോട്ടോകോൾസ്. ACLS എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കേട്ടോ. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ACLS. CPR അറിയാലോ. CPR-ന്റെ ഫുൾ ഫോം എന്താണ് നമ്മൾ പഠിച്ചത്? മറന്നുപോയാ? CPR ജസ്ന, CPR എന്താണ്? ഫുൾ ഫോം എന്താണ് CPR-ന്റെ? ഇല്ല. എന്താണ്? ഇത് എത്രയോ ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞു, ഇപ്പോഴും ഓർമ്മയില്ലേ?
പറയുന്നത് കേൾക്കാഞ്ഞിട്ടാണോ? ഓക്കെ, 66664 കാർഡിയാക് പൾമോണറി റെസ്പിറേഷൻ ആണ്. അത് ആണോ എന്നല്ല, ആണ്. കാർഡിയാക് പൾമോണറി റെസ്പിറേഷൻ ആണ് എന്ത്? CPR. ACLS എന്ന് പറഞ്ഞ എന്താണ്? അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ഈ നമ്പറിലേക്ക്, എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് എന്താണ് പ്രോട്ടോകോൾസ്, റിമൂവ് വിസിറ്റേഴ്സ് ഫ്രം ദ ഏരിയ റൂം. എത്രയും പെട്ടെന്ന് CPR കൊടുക്കുന്നതിനും അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കുന്നത്. ദെൻ റിമൂവ് വിസിറ്റേഴ്സ്, എല്ലാ വിസിറ്റേഴ്സിനെ റിമൂവ് ചെയ്യുന്നത് ഫ്രം ദ ഏരിയ റൂമിൽ. ഏരിയയിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിസിറ്റേഴ്സിനെ റിമൂവ് ചെയ്യുന്നു. പിന്നെന്താണ്? follow code blue policies and procedures, send phlebotomy and ECG services. എന്താണ്? follow code blue policies and procedures. പിന്നെ cardiac blue alert വന്നു കഴിഞ്ഞാൽ എന്താണ്? code blue പോളിസീസും പ്രൊസീജിയേഴ്സും, code blueന്റെ നിയമാവലികളും അതുപോലെ തന്നെ എന്താണ് പ്രൊസീജിയേഴ്സും അവിടെ ആരംഭിക്കുന്നു. ഓക്കെ, അതിനുശേഷം എന്താണ്? send phlebotomy. phlebotomy എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിലോബോട്ടമി ആരാണ്? ബ്ലഡ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വരുന്നവരില്ല, അവരുടെ നമ്മള് ഫിലോബോട്ടമി എന്ന് പറയുന്നത്. ബ്ലഡ് കളക്ട് ചെയ്യാൻ വരുന്നവരെ കണ്ടിട്ടില്ലേ? ദെൻ ECG സർവീസസ്, ദെൻ ECG എടുക്കാൻ വരുന്ന സർവീസസ് സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. ഫിലോബോട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് സാമ്പിളൊക്കെ എടുക്കാൻ വേണ്ടി കളക്ട് ചെയ്യാൻ വരുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ലബോറട്ടറിയിൽ നിന്ന്? അവരെയാണ് ഫിലോബോട്ടമി എന്ന് പറയുന്നത്. അവരെന്ന് വന്നിട്ട് ആ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നു. ദെൻ ECG സർവീസസും അവൈലബിൾ ആയിരിക്കും അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർട്ട് വേരിയേഷൻസ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ECG മെഷീൻസ് സർവീസസ് അവിടെ ഉപയോഗിക്കുന്നത്. Then resume normal operations. Only designated team members will respond the CPR area. ഇനി അവിടെ നോർമൽ ഓപ്പറേഷൻസ് ആയിരിക്കും അവിടെ പ്രത്യേകമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അതായത് സാധാരണ പ്രവർത്തനങ്ങൾ പിന്നീട് എന്താണ് പുനരാരംഭിക്കുന്നു. പിന്നെന്താണ്? Only designated team members will respond to the CPR area. Designated ആയിട്ടുള്ള ടീംസ് മാത്രമായിരിക്കുള്ളൂ എന്ത് ആ CPR ഏരിയാസിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താണ് ഇമ്പോർട്ടന്റ് കെയർ കൊടുക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് എന്താണ് അവിടെ ഒരുപാട് മെമ്പേഴ്സ് ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, കോഡ് ബ്ലൂ എന്ന് പറഞ്ഞത് എന്താണ്? ഇപ്പോ കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റിലാണ് കോഡ് ബ്ലൂ. ഹാർട്ട് അറ്റാക്കിന്റെ ടൈമിലാണെങ്കിൽ കോഡ് ബ്ലൂ പുറപ്പെടുവിക്കുന്നത്. എമർജൻസി ഓപ്പറേറ്റർ വിളിക്കുന്നത് 666 എന്ന നമ്പറിലേക്ക് begin CPR and ACLS, cardiopulmonary resuscitation and advanced cardiac life support protocols അവിടെ ആരംഭിക്കുന്നു. അതിനുശേഷം വിസിറ്റേഴ്സിനെയൊക്കെ ആ റൂമിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. ദെൻ ബ്ലൂ കോഡ് പോളിസീസ് ഫോളോ ചെയ്യുന്നു. ദെൻ അവിടെ സെൻഡ് ഫിലോബോട്ടമി ആൻഡ് ECG സർവീസസ്, അവിടേക്ക് ബ്ലഡ്സ് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നവരെയും അതുപോലെ ECG സർവീസസിലേക്കും അവിടേക്ക് അലോ ചെയ്യുന്നു. പിന്നെന്താണ്? അവിടെ റെസ്യൂം നോർമൽ ഓപ്പറേഷൻസ് ആയിരിക്കുള്ളൂ. ദെൻ ഓൺലി ഡെസിഗ്നേറ്റഡ് ടീം മെമ്പേഴ്സ് വിൽ റെസ്പോണ്ട് ടു ദ CPR ഏരിയ. ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് മാത്രമായിരിക്കുള്ളൂ ആ CPR ഏരിയയിൽ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഓക്കെ, കോഡ് ബ്ലൂ വരെ മതിയില്ലേ? എന്നാ ബാക്കി സമയം ഉണ്ടാവില്ല. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ചാപ്റ്റർ, ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ എടുത്തു വെക്കണം കേട്ടോ. ഇതിൽ ഇനി 2-3 കോഡും കൂടി പറയാനുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ തുടങ്ങും കേട്ടോ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. സിലബസ് നോക്കിയാലും കാണാൻ സാധിക്കും. ഓക്കെ, കോഡ് ബ്ലൂ വരെ പറഞ്ഞത് ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡിസാസ്റ്റർ റെസ്പോൺസ് പ്ലാൻ കോഡ്സ് എടുത്ത വരവൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കണം. കോഡ് ബ്ലൂ വരവൊക്കെ നന്നായി വായിച്ചു നോക്കാം കേട്ടോ. ഇപ്പൊ പ്രസന്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇല്ലാതെ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ക്ലിയർ ആണ്? നല്ല എഴുതോളൂ, വായിച്ചു നോക്കണം കേട്ടോ.
താങ്ക് യു.